കോട്ടയം ഇല്ലിക്കൽ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജ്യോതിഷ് മോഹൻ വിശദാംശങ്ങൾ നൽകും. ജ്യോതിഷ്, ഈ ഇല്ലിക്കൽ മേഖലയിൽ ഇന്നലെ തന്നെ വെള്ളം കയറിയ പാട് തന്നെ വലിയ പ്രയാസങ്ങൾ, വലിയ ദുരിതം നാട്ടുകാർക്കുണ്ടായതാണ്. ഇപ്പോൾ വെള്ളക്കെട്ട് ഇറങ്ങിപ്പോവാത്തത് കൊണ്ട് ആ ദുരിതം അങ്ങനെ തന്നെ തുടരുമെന്ന് മനസ്സിലാക്കണം. എന്താണ് നാട്ടുകാരൊക്കെ പറയുന്നത്? സൈഫു, ഞാൻ ഇല്ലിക്കലാണ് നിൽക്കുന്നത്. ഇല്ലിക്കൽ ഇന്നലെ മുതൽ ഉള്ള വെള്ളക്കെട്ടാണിത്. ഈ വെള്ളക്കെട്ട് കാണാൻ നമുക്ക് ഈ വീടുകളൊക്കെ കാണാം എന്തുമാത്രം ആ ദുരന്തമുണ്ടെന്ന്. ആ വീടിന്റെ താഴത്തെ നില മുഴുവനായിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്. അത് ഈ വീട്ടിൽ നിന്നും ആരും തന്നെ ഇല്ല. ഇങ്ങനെ തന്നെയാണ് പല വീടുകളുടെ അവസ്ഥ. ഈ ഇല്ലിക്കൽ ഭാഗത്തുള്ള എല്ലായിടത്തും ഇത്തരത്തിൽ വെള്ളം കയറി കിടക്കുകയാണ്. ഈ വെള്ളം അതിനും അത്രയും മാത്രം വെള്ളം ഈ പ്രദേശത്ത് ആകമാനെ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ ആരുമില്ല. നിലവിൽ ഉള്ള ആളുകളെ എല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് പലരുമൊക്കെ വീട് വിട്ട് ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ അങ്ങനെ സമീപത്തുള്ള മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ളൊരു ദുരിത കാഴ്ചയാണ് ഈ ഇല്ലിക്കൽ, കോട്ടയം ഇല്ലിക്കൽ ഭാഗത്തുള്ളത്. ഈ പ്രദേശത്തുള്ള ഇത് തിരുവാർപ്പിലേക്ക്, കോട്ടയത്ത് നിന്ന് തിരുവാർപ്പിലേക്കുള്ള ഒരു പ്രധാന റോഡാണിത്. ആ റോഡാണ് ഇപ്പം ഇത്തരത്തിൽ വെള്ളം കയറി കിടക്കുന്നത്. ഈ റോഡിന്റെ ഇരുവശവും അത്തരത്തിൽ വെള്ളം കയറിക്കുന്നത്. വാഹനങ്ങളൊക്കെ പോവാൻ പല നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം ലംഘിച്ചുകൊണ്ട് വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു കാറ് അത്തരത്തിൽ കടന്നു വരുന്നുണ്ട്, ബൈക്ക് ഇതോടെ എത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയുണ്ട്. പക്ഷെ എന്നാൽ പോലും മറ്റ് മാർഗങ്ങളില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ വാഹനങ്ങളൊക്കെ ഈ നിയന്ത്രണങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ ഒരു പ്രധാന, അതായത് കോട്ടയത്തും തിരുവാർപ്പുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണിത്. ആ പാതയിലൂടെ ഇങ്ങനെ വാഹനങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ ഇല്ലിക്കലിലെ അവസ്ഥ ഇതാണ്. വെള്ളം ഇത്തരത്തിൽ രൂക്ഷമായി തന്നെ നിൽക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. ഒരു ബുള്ളറ്റൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച. ആ വീടും അത്തരത്തിൽ തന്നെ ഉള്ളൊരു അവസ്ഥ തന്നെ. ഇതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീടുകളും ഇങ്ങനെ തന്നെയാണ്. ജനങ്ങളെ എല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പല ദുരിതാശ്വാസ ക്യാമ്പിലേക്കും പല മറ്റ് സ്ഥലങ്ങളിലേക്കും, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ ജനങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ അങ്ങനെ ആരുമില്ല. ഈ റോഡിൽ കൂടെ പോകുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. NDRFിന്റെയും SDRFിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ പല മേഖലകളിലായിട്ട് അത്തരത്തിൽ തന്നെ 71 ക്യാമ്പുകളാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ളത്. അതിൽ തന്നെ 1600-ലും മുകളിൽ ഉള്ള ആളുകൾ ഇപ്പോൾ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കോട്ടയം ഇല്ലിക്കലിലും ഇത്തരത്തിൽ ഉള്ളൊരു വെള്ളക്കെട്ട്, വെള്ളം ഇറങ്ങി പോകാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഈ വെള്ളമൊന്നും ഈ അടുത്ത ദിവസങ്ങളിൽ നിന്നും തന്നെ ഇറങ്ങി പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം പിന്നീട് വെല്ലുവിളിയായി നിൽക്കാൻ പോകുന്ന ശുചീകരണ പ്രവൃത്തി തന്നെയായിരിക്കും. അത്തരത്തിലുള്ള മാലിന്യങ്ങളും ചെളിയും എല്ലാം തന്നെ ഈ പറഞ്ഞ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം. മുകളിലൊക്കെ ആളുകൾ മുകളിലത്തെ നിലയിൽ കയറി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. പല വീടുകളുടെ മുകളിലൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. താഴത്തെ നിലയിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ മുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലേക്കും സുരക്ഷിതമായി മാറാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പ്രധാന പാതയാണ്. കോട്ടയം നിന്ന് തിരുവാർപ്പിലേക്ക് പോകാനുള്ള ഒരു പ്രധാന പാതയാണ്. അത് വഴിയിൽ കൂടെ തന്നെയാണ് ഈ വാഹനങ്ങൾക്ക് മറ്റ് മാർഗമില്ല എന്ന് പറഞ്ഞുമാണ് ഇവർ ഇത്തരത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു സ്കൂട്ടർ യാത്രികൻ വന്ന് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും നല്ല വെള്ളമാണ്. അതൊരു പോവില്ല കേട്ടോ. അത് ഇല്ല, നല്ല വെള്ളമാണ്. അയ്യോ, വലിയ പണിയായി പോയല്ലോ. ഏതായാലും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പെട്ടുപോയിരിക്കുകയാണ് ആളുകൾ. അവിടെ വെള്ളം അധികമായിട്ടുണ്ട്. എന്നാൽ തന്നെ മറ്റു മാർഗമില്ല. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ഇങ്ങനെ വാഹനം കൊണ്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഏതായാലും നിലവിൽ കോട്ടയം ഇല്ലിക്കൽ ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അങ്ങനെ തുടരുകയാണ്. ഇല്ലിക്കൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈഫു.